കാറ്റ് വന്നു കള്ളനെ പോലെ കാട്ടുമുല്ലയ്ക്ക് ഉമ്മ കൊടുക്കും കാമുകനെ പോലെ. കാറ്റ് വന്നു കള്ളനെ പോലെ കാട്ടുമുല്ലയ്ക്ക് ഉമ്മ കൊടുക്കും കാമുകനെ പോലെ. തല മസാജ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ വെട്ടി പൊളിക്കാനല്ല. ഹലോ, എനിക്കറിയാം ഈ മസാജ് എന്ന് പറഞ്ഞ ഉഴിച്ചില്, ഈ ഉഴിച്ചില് പോലുള്ള കഴിവൊക്കെ ഞങ്ങൾ ഈ പുലിനടക്കാർക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. നല്ല കൈപ്പുണ്യുള്ള കൈയാണ്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചെയ്തുതരും. പിന്നെ പുലി നടക്കൂ. എന്താ പുച്ഛം? നാളെ തലവേദന വന്നപ്പോഴേ ഞാനൊന്ന് തൊട്ടുടനെ മാറി എന്ന് പറഞ്ഞാണല്ലോ. അന്ന് ഒരു പ്രാവശ്യം നീ ഒന്ന് ഞെക്കിയപ്പം തലവേദന മാറി. അത് ഈ മറ്റേ ചക്ക വീഴുമ്പോ മുയല് ചാവുന്ന പോലെ എന്ന് പറഞ്ഞു. ഓഹോ, കളിയാക്കിയതാണല്ലേ. തലവേദന മാറ്റണ പോലെ തന്നെ വന്ന തലവേദന ജീവിതത്തിൽ മാറ്റാതിരിക്കാൻ എനിക്കറിയാം. വേണോ? നീ മസാജ്. ഇതെന്ത് മസാജ് പാർലറാ? ആ തന്നെ. മക്കളെ അവളെടുത്ത് കേട്ടിട്ട് ഇടി, നിനക്ക് ഇടി കൊണ്ട് വരുമ്പോഴത്തേക്ക് നീ പറയാറുണ്ടല്ലോ സ്വിച്ച് ഇട്ട പോലെ വേദന മാറും നമ്മ തൊട്ട് കഴിഞ്ഞാ. അതെ, എന്ന് ഇടി കൊണ്ട് വന്നെന്ന്? ഇടി, നീ ബോക്സിംഗ് പ്രാക്ടീസ് കഴിഞ്ഞ് പെമ്പിള്ളാരെ ഇടി വാങ്ങിച്ചോണ്ട് അവിടെ നിന്ന് അയ്യോ പൊത്തോന്ന് നീ കിടക്കുമ്പോ ഞാനല്ലേ വേദനയൊക്കെ മാറ്റി തരണേ. അതെ, ഡിഫൻസ് ഒക്കെ ചെയ്യുമ്പോഴേ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടാവും, അതുപോലെ മസിൽ പെയിനും ഉണ്ടാവും. അല്ലാതെ റിങ്കി ഇതുവരെ ആരും ഇടി വാങ്ങിച്ചിട്ടും ഇല്ല, ഇനി ഇടി വാങ്ങിച്ചോണ്ട് ഇവിടെ വരുന്ന ചരിത്രം ഉണ്ടാവാൻ പോകുന്നില്ല. ഇടി, നിനക്ക് ഇത്ര രോഷം കൊള്ളാൻ മാത്രം ഞാൻ എന്തോന്ന് പറഞ്ഞു? മണി, നീ എന്നെ പറഞ്ഞ് തോപ്പിക്കുന്ന പോലെ എന്റെ മക്കളെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. നടക്കൂല മണി, നടക്കൂല. ഈ ഞാനേ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. അതാണ് എന്റെ സ്വഭാവം, എന്റെ കുടുംബത്തിന്റെ സ്വഭാവം. അവിടെ ഇരി. മണിക്കുട്ടി, മണിക്കുട്ടി, എല്ലാരും ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ വിചാരിച്ച അകത്ത് കുശലൊക്കെ ചൊല്ലി ഇരിക്കായിരിക്കും. അല്ല, ഞങ്ങളെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ ആകുമ്പോ കാറ്റൊക്കെ കിട്ടുമല്ലോ. ഇവിടെ ഇരുന്നു. ചേട്ടന് പിന്നെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാലോ. എന്റെ ചന്ദ്രേട്ടനാണെങ്കിൽ ഇതിനൊന്നും സമയമില്ലെന്നേ. ചന്ദ്രേട്ടനാണെങ്കിൽ സസ്പെൻഷൻ കഴിഞ്ഞ് ജോലിക്ക് കേറിയതേ ഉള്ളൂ. തിരക്കോട് തിരക്ക്. സ്വന്തം ഭാര്യ അടുത്ത് മക്കളടുത്ത് ഇരിക്കാൻ പോലും പുള്ളിക്ക് സമയമില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുള്ളത് എന്തായാലും നാടിന് വലിയൊരു അഭിമാനമാണ്. കാരണം കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്നെ നോക്കുന്ന പോലെയല്ലേ ഈ നാട് കാക്കുന്നത്. എന്ത് പറ്റി മോളെ? എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഞാൻ ഇവിടെ അടുത്ത് ഇച്ചിരി അങ്ങോട്ട് തള്ളിയിരിക്കാൻ പറയാം. ഇത്തിരി തള്ളിക്കോട്. എന്താണ് മിനി വന്നത് പതിവില്ലാതെ? വല്ല പ്രശ്നം ഒന്നുമില്ല? ചേട്ടൻ എന്നെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചോദിക്കാറില്ല. ചേട്ടൻ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആളേ അല്ല. എനിക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ എനിക്ക് തീരെ ഇങ്ങോട്ട് കണ്ടേ കൂടാ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കും തീരെ കണ്ടുകൂടാ. ആണല്ലേ? പക്ഷെ ഈ ചില പെണ്ണുങ്ങളുണ്ട്, ഈ ഭർത്താവിനോട് ഒരു ബഹുമാനവും സ്നേഹവും ഒന്നും കാണത്തില്ലെന്നേ. അവരങ്ങ് അടക്കി ഭരിച്ച് അവരുടെ ഇങ്ങനെ സാരിത്തുമ്പിൽ കെട്ടിയിട്ട് കൊണ്ട് നടക്കുന്നേ. അങ്ങനത്തെ പെണ്ണുങ്ങൾ എനിക്ക് തീരെ കണ്ടുകൂടാ. അല്ല, ഇനിയിപ്പോ ഇവിടെ ആരാണ് ഇങ്ങനെ അടക്കി ഭർത്താവിനെ വെച്ചിരിക്കുന്നത്? അല്ല, ഞാൻ പൊതുവായിട്ട് ചർച്ചകൾ വന്നപ്പോ ആ കാര്യം കൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. അയ്യോ, പറഞ്ഞു വന്നപ്പോഴേ ഞാൻ വന്ന കാര്യങ്ങൾ പറയാൻ ഞാൻ പോയിന്റിലേക്ക് എന്ത് വരാത്തെന്ന് ആലോചിക്കാണല്ലേ. അതെ, എന്റെ ചന്ദ്രേട്ടന്റെ സഹോദരിയുടെ മോന്റെ കല്യാണം ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നേ. അവര് രണ്ടുപേരും കൂടെ ഇന്ന് പെട്ടെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു വിരുന്നിന് വരുന്നു. വരൂന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പിന്നെ വരണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴാണ് പെട്ടെന്ന് എന്താ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ആകെ ഒരു കൺഫ്യൂഷൻ. അയ്യോ, എന്താ ഉണ്ടാക്കി കൊടുക്കാന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണോ? അമ്മയ്ക്ക് വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ അതിനെ കുറിച്ച്. അതെനിക്ക് അറിയാലോ മോളെ. അതല്ല, ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് തീരുമാനിച്ചായിരുന്നു. ബിരിയാണി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അതിനിടയ്ക്കൊരു വലിയ പ്രശ്നം. ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ചേട്ടൻ വാങ്ങിക്കൊണ്ട് തന്നിട്ടാണ് പോയത്. പക്ഷേ ബിരിയാണി വെക്കാനുള്ള ചെമ്പില്ല. അയ്യോ, ഇനിയിപ്പോ എന്തോന്നേ? ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എടുത്തോണ്ട് പോവാം. അയ്യോ, എനിക്ക് ബിരിയാണി ചെമ്പില്ല. അല്ല മണി, നമുക്ക് ബിരിയാണി ചെമ്പുണ്ടല്ലോ. ഇത്തിപ്പോലുള്ള 2 പേർക്ക് ബിരിയാണി വെക്കാൻ പറ്റുന്ന പാത്രം, അതിനൊക്കെ ചെമ്പെന്ന് ആരെങ്കിലും വിളിക്കോ ചേട്ടാ? അല്ല, വലിയ ചെമ്പ് നമുക്കില്ലേ? ചേട്ടാ നമുക്ക് പോയി നോക്കാന്ന് ഒരുമിച്ച്. അവിടെ ഇരുന്നില്ലേ? അല്ലമ്മ ഉണ്ട്. അന്ന് അപ്പച്ചി വന്നപ്പോ ബിരിയാണി ചെമ്പിലല്ലേ ചിന്നു വന്നപ്പോ ഉണ്ടാക്കി. അത് ചിന്നേ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടന്റെ വീട്ടിൽ നിന്ന് ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നു. എന്നിട്ട് അവള് പോയപ്പോഴേ അത് തിരിച്ചു കൊണ്ടുപോയി. ഇല്ല, ഇവിടെ ഉണ്ട് ബിരിയാണി ചെമ്പില്ല ചേട്ടാ, ചെമ്പില്ല. ഇല്ലേ? അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലോ. ഇവിടെ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ. ഉണ്ട്. നോക്കട്ടെ ചേട്ടാ, ഒന്ന് പെട്ടെന്ന് നോക്കിട്ടോ. മിനിയേ, ചെമ്പുണ്ടെങ്കിൽ ഞാൻ തരൂലായിരുന്നു. ഇതിപ്പോ ഇല്ലാത്തോണ്ടല്ലേ തരാത്തത്. ഒരു കാര്യം ചെയ്യ്, ബിരിയാണി ഉണ്ടാക്കണ്ട, വേറെ വല്ലതും ഉണ്ടാക്കിക്കോ.
ഇനിയിപ്പോ ബിരിയാണി ഉണ്ടാക്കണ്ടല്ലേ, ഉം. വേറെന്തെങ്കിലും ഉണ്ടാക്കാം. അതാ നല്ലത്. ചെല്ല്. എന്നാ ഞാൻ പോട്ടെ, ഓ ശരി മിനിക്കുട്ടി, പോയിട്ട് വരാം. ഉം. കാണാവേ. ഓ നമുക്ക് ചെമ്പ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ അല്ല, ഉണ്ടെങ്കിൽ അവക്ക് ഞാൻ ചെമ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പൊ കത്തി അല്ലേ? കൊടുക്കണ്ട. നിഷ്കളങ്ക ഒന്നും അറിയാത്ത